ഹലോ, ഇന്ന് നമ്മൾ നല്ല അടിപൊളി റിസോർട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ പേര് അബാദ് വിസ്പറിങ് പാം റിസോർട്ട് എന്നാണ്. കുമരകത്താണ്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം അവിടെ നിന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മളെ തടത്തിൽ വ്ളോഗിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ നല്ലൊരു കുറച്ച് വാത്തകളുണ്ട് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് അതിൻ്റെ മുൻവശം കേട്ടോ. ഗാർഡൻ വ്യൂ റിസോർട്ടാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ മുന്നിലൊക്കെ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനാണിത് കേട്ടോ. ഈ റിസോർട്ട് ഇങ്ങനെയാണ്. ഇത് മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ കയറിയാണ് ചെല്ലുമ്പോൾ തന്നെ ഉള്ള ഒരു വ്യൂ ആണത് കേട്ടോ. ഇതാണ് അതിൻ്റെ മുൻവശം കേട്ടോ. റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഗാർഡൻ വ്യൂ എന്ന് പറയുന്നത് അവിടെ തന്നെ നമ്മളെ പിന്നെ വില്ലനോട് ചേർന്നിട്ട് ഇങ്ങനൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഈ സ്ഥലത്ത് മ്യൂസിക്കോ വയലിനൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളായാൽ എന്നാണ് പറഞ്ഞത്. അത് ഞാനിതിൽ കാണിക്കാം രാത്രിയായിട്ട് കേട്ടോ. അത് ചെന്നൈക്കിന് ഒരു 12 മണി സമയത്ത് എടുത്തതാണ്. ഇതിലൊക്കെ നിറയെ മീനുകളുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ കാണിക്കാം. ഇനി ഈ ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂളാണ് കേട്ടോ. ഫാമിലി പൂളുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു പൂളും ഉണ്ട് കേട്ടോ. ആ പൂളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കായലിങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ പൂളിൻ്റെ അടുത്ത് നിൽക്കാം. നല്ല കാറ്റാണ്. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇതാണ് കായൽ. കായലിൻ്റെ അടുത്തൊരു ഹൗസ് ബോട്ടുണ്ട്. അതിലും നമുക്ക് പോവാം. പിന്നെ ചെറിയൊരു ബോട്ടും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാം. കായലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല ഒരു കാഴ്ച തന്നെയാണ് പറഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ്. എന്താ ഭംഗി നോക്കാണ്. നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിലൊന്ന് പോയി കുറച്ച് നേരം യാത്ര ചെയ്തു. ആ യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോയത്. ഒരുപാട് ദൂരം പോയി. കായൽ മൊത്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പള്ളി ഉണ്ട്. ആ പള്ളി വരെ പോയി തിരിച്ചു വന്നു. ഇനി നമുക്ക് കായലിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നല്ല തിരയുണ്ട് കേട്ടോ. വേറൊരു ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നതാണ് ആ കാണുന്നത് കേട്ടോ. കായൽപ്പടി നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ കായൽ തീരത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ കുമരകത്തുള്ള ഒട്ടുമിക്ക റിസോർട്ടുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കായൽ തീരത്തുള്ള റിസോർട്ടുകൾ മാത്രമാണ് ഇതിലെ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരോ റിസോർട്ടാണ് കേട്ടോ. കായൽ തീരത്തുള്ള വേറെ വേറെ റിസോർട്ടുകളാണ്.
ചിലതിനൊക്കെ പേര് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ ക്ലബിൻ്റെയൊക്കെ റിസോർട്ടുകൾ താജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒക്കെ അതിൻ്റെ ബാക്ക് ഭാഗമാണല്ലോ കായൽ തീരത്ത് വരിക. മുൻഭാഗം അങ്ങേ ഭാഗത്തല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം, ഈ കായൽ തീരത്തേക്കുള്ള ബാക്ക് ഭാഗമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാം ബോട്ടിൽ. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. അതുപോലെ ഞങ്ങൾ പോയ അതേപോലത്തെ വേറൊരു ബോട്ടും കൊണ്ടാണ് ഈ പോണത്. അത് വന്നപ്പോൾ നല്ലോണം ഓളം വെട്ടിയിട്ട് നമ്മളെ ബോട്ട് അതേപോലെ തന്നെ ആടി വലയായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിട്ടാണ് വഞ്ചിങ്ങനെ ആടുന്നത് എന്ന് പറഞ്ഞു. ആ കാണുന്നത് ഒരു റിസോർട്ടാണ്. അവർക്കും ഒരു ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ആ റിസോർട്ടിലുള്ളവർക്കും. രാമവർമ്മ യൂണിയൻ ക്ലബ്ബ്. ഗോകുലം ഗ്രാൻഡ്. ആ കാണുന്ന ആ പള്ളി വരെയാണ് കേട്ടോ പോകുന്നത്. ആ കായലിലൊരു പള്ളി കാണുന്നുണ്ടല്ലോ, അതുവരെ പോയിട്ട് തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് തിരിക്കുന്നത് അല്ലേ? അത് നോക്കുകയാണ്, കാക്കകൾ വന്നിരിക്കുന്നു, കടൽ കാക്കകൾ. നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. തിരിക്കുമ്പോൾ തിരിച്ചതിന് ശേഷമാണ് അത് കാണുന്നത് കേട്ടോ. സൂര്യൻ ഇങ്ങനെ താന്ന് വന്നതാണ് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതങ്ങനെ അസ്തമിച്ച് പോകുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം. നമ്മൾ തിരിച്ച് നമ്മളെ റിസോർട്ടിൽ തന്നെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുമരകത്ത് റിസോർട്ട് എടുത്താൽ നമുക്ക് കാണാനുള്ളതാണിത്. ഈ ഒരു കായൽ കൂടി പോയിട്ട് 1 മണിക്കൂർ യാത്ര. അത് നമുക്ക് ഒന്ന് കാണാം. ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ട് താമസിച്ച് അങ്ങനെ നിൽക്കണം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
യാത്ര മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് എടുത്തിട്ട് ഇങ്ങനെയും പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റിസോർട്ടിൻ്റെ അടുത്തേക്ക്. 1 മണിക്കൂർ നേരം യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വരുന്നത്. ഫുള്ള് കായൽ നമുക്ക് ചുറ്റി നടന്ന് ആ പള്ളി വരെ പോയി തിരിച്ച് കാണിച്ചു തരും കേട്ടോ. പിന്നെ വൈകുന്നേരമായി. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ ഇതിന് 6 മണിയായിട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച ഉണ്ട്. ഇത് ഒരു 8 മണി വരെ ഇതിൽ ഒരുപാട് ആളുകൾ നീന്തി ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഫാമിലി ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സൂര്യനെ അസ്തമിക്കുന്നത് പോയി ഒന്ന് കാണട്ടോ. അതാണ് ഞാൻ ചുറ്റോടിറ്റും ബെഡ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്ത് ഭംഗിയാ നോക്കാൻ ആ സൂര്യനിങ്ങനെ അസ്തമിക്കുന്നത് കാണാൻ. നല്ല ഭംഗിയായിട്ട് അസ്തമിക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയാട്ടോ. ഒരു പ്രത്യേകത തന്നെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അതങ്ങനെ താന്ന് പോയിന് അവിടെ അസ്തമിക്കും ചെയ്യും കേട്ടോ. പറയാനായിട്ടോ. ഇനി അതിങ്ങനെ കാണാതെ ആയി നല്ലൊരു എന്താ പറയുക, ഇത് കാണുമ്പോൾ നല്ല കാറ്റുമാണ് കേട്ടോ. ഇവിടെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതേപോലെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു തോണി പോയി. നല്ല ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്കൊക്കെ ഈ ഭാഗത്ത് നമ്മളൊക്കെ പോയി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ. കുമരകമാണ് കേട്ടോ അത്. താന്ന് പോയി. ഇനി കുറച്ചേ ഉള്ളൂ. ഞാൻ ഒരു ഹൗസ് ബോട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേന് അതും അങ്ങനെ കുറച്ച് മാഞ്ഞ് പോവുണ്ടാവും. കാരണം നമുക്ക് കാണാനോ. മാഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഹൗസ് ബോട്ട് പോയി. പോയി പറ്റ പോയി. അങ്ങനെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതും കണ്ടു. അതങ്ങനെ കടലിൽ താന്നു പോയി അല്ലേ. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ ഒന്നുമില്ല കേട്ടോ. പിന്നെ രാത്രിക്കത്തെ റിസോർട്ടിൻ്റെ ഭംഗിയാണത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മളാ കയറി വരുന്നൊരു ഭാഗം. പിന്നെ കളിക്കേണ്ടവർക്ക് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. യോഗ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ കളിക്കാൻ അറിയുന്നവർക്ക് അതൊക്കെ ഇവിടെ വൈകുന്നേരം വേണമെങ്കിൽ അങ്ങനെ കളിക്കാം.
രാത്രി ലൈറ്റ് ഇട്ടിട്ട് മുറ്റം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ലൈറ്റ് ഇട്ട് ഇതാക്കിയിരിക്കണം മുറ്റത്ത്. അപ്പോൾ ഇതാണ് അബാദ് വിസ്പറിംഗ് പാം റിസോർട്ട്. കണ്ടില്ലേ, അതിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് രാത്രി വരെയുള്ളത് കണ്ടു. ഇനി രാവിലത്തെ മോർണിംഗ് വൈബും കൂടിയും ഞാനിതിൽ കാണിക്കാം കേട്ടോ. ഇവിടെ ഈ ക്യാരംസും കളിയും കൂടി ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് അതും ചെയ്യാം. പിന്നെ അതും കൂടിയും കേട്ടോളൂ കേട്ടോ. ഇതാണ് രാവിലത്തെ മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതൊരു 6 മണി സമയത്താണ്. വെളിച്ചങ്ങനെ വെച്ച് വരുന്ന ആ ടൈം ഉണ്ടല്ലോ, അപ്പോൾ 6 മണിയാകുമ്പോൾ നേരെ വെളുക്കൂലല്ലോ, അപ്പോൾ ആ സമയത്താണ് ഇത് കേട്ടോ ഈ കാണുന്നത്. ഹൗസ് ബോട്ടിലൊക്കെ പോയവർ അവിടെ തന്നെ അങ്ങനെ താമസിച്ചിട്ട് ആണല്ലോ ചെയ്യാതെ, ഹൗസ് ബോട്ടാണ് കാണുന്നത് കേട്ടോ. രാവിലെ നല്ല കക്ക വരാൻ വേണ്ടി ഒരുപാട് വഞ്ചികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഹൗസ് ബോട്ട് ഇവിടെ തന്നെ ഉണ്ട്. ആരുമില്ല, കുറച്ച് ആളുകൾ പിന്നെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ജോലിക്കാരൊക്കെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. രാവിലെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, നല്ല മഞ്ഞും ആരും ഇല്ല, അതിനും നല്ല ഉഷാറായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കുറേശ്ശെ വെളിച്ചമൊക്കെ വന്നു, വെയിലൊക്കെ വന്നു. സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലീൻ ആക്കിയിരുന്നു ഞാൻ രാവിലെ ആ കായൽ തീരത്തേക്ക് പോയപ്പോൾ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞു. നല്ലോണം ക്ലോറിൻ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കണത്. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിൽഡ്രൻ പാർക്ക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ രാവിലെ കുട്ടികൾ എൻ്റെ ഒപ്പം പോന്നിട്ട് ഒക്കെ ഒന്ന് അതിലൊക്കെ ഒന്ന് കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളമുണ്ടെങ്കിൽ വെക്കി പോകല്ലേ, അതിലൊക്കെ കളിച്ചണെങ്കിൽ കുളിച്ചണീൻ്റെ അടുക്കന്നെ പോകണം. അപ്പോൾ കേട്ടോ, ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.